കളിയാകുമ്പോ പൊട്ടും ജയിക്കുക സർവ്വസാധാരണോ, പക്ഷെ ഇങ്ങനെ പൊട്ടല് ആദ്യമായിട്ടാണ്. പൊട്ടിയാലും വായുകൂട്ടി നിൽക്കൂല. ബ്ലാസ്റ്റേഴ്സിന് വേണ്ടി കണ്ണീരൊലിപ്പിക്കുന്ന ഒരുപാട് പേരെ ചുറ്റും കാണുന്നുണ്ട്. സഹതാപം തോന്നുന്നുണ്ട്. എസ്പെഷ്യലി എന്നോട് തന്നെ എനിക്ക് സഹതാപം തോന്നുന്നുണ്ട്. ശരിയാണ്, ഞാനും നിങ്ങളും എല്ലാം ഈ ഒരു ക്ലബിനെ ഒരുപാട് ആത്മാർത്ഥമായി തന്നെ സ്നേഹിച്ചിട്ടുണ്ട്. കളിയെ കച്ചവടമായി മാത്രം കാണുന്ന മാനേജ്മെൻറ്റാണ് അതിൻ്റെ എല്ലാ കാര്യങ്ങളും കൈകാര്യം ചെയ്യുന്നത് എന്ന് മറന്നുകൊണ്ടാണ് നമ്മളെല്ലാവരും ആ ക്ലബിനെ ജീവനുള്ളിൽ സ്നേഹിച്ചത്. ലോകത്തിലെ ഏറ്റവും കൂടുതൽ ആരാധകരുള്ള ക്ലബ് എന്ന പേര് പോലും വാങ്ങിച്ചു കൊടുത്തത്. പക്ഷേ പൈസ മാത്രം ഉണ്ടാക്കാൻ വേണ്ടി ക്ലബ്ബുണ്ടാക്കിയ മാനേജ്മെൻറ്റിന് എവിടെയാണ് ആത്മാർത്ഥം ഉണ്ടാകുക? ഏറെക്കുറെ ആത്മാർത്ഥതയുള്ള ആരാധകരുടെയൊക്കെ മാനസികാവസ്ഥ ഇത് തന്നെയാണെന്ന് ഞാൻ വിശ്വസിക്കുന്നുണ്ട്. പക്ഷെ എന്ത് ചെയ്യാനല്ലേ, എന്തൊരവസ്ഥയാണല്ലേ ഇങ്ങനൊരു ടീം, അതിൻ്റെ ആരാധകരായിട്ട് നമ്മൾ കുറേ പേര്. മറ്റ് ടീമുകളും ആരാധകരൊക്കെ ഉള്ളിൽ പരിഹസിക്കുന്നുണ്ടാവും നമ്മളെ നോക്കിയിട്ട്. പക്ഷേ നമുക്ക് പഴയതുപോലെ തന്നെ വിധിയെയും ശാപത്തെയും പരീക്ഷണത്തെയൊക്കെ പഴിച്ചിട്ട് ഇനിയും മുന്നോട്ട് പോകാനുണ്ട്. അടുത്ത സീസണെക്കുറിച്ച് സ്വപ്നം കാണാനുണ്ട്. അതാണല്ലോ നമ്മുടെ ശീലം. പക്ഷെ ഒരു വിഷമമുണ്ട് ശരിക്കും. ഒരുപാട് പ്രതീക്ഷയായിട്ട് തുടങ്ങിയ ഒരു സീസണായിരുന്നു, അതും പഴയതുപോലെ തന്നെ അവസാനിക്കുകയാണ്. ഇനിയിപ്പോൾ ഒരുപാട് പേര് പറയാനുണ്ടായിരിക്കും, ഒരുപാട് വർഷങ്ങൾ കാത്തിരുന്ന് കപ്പടിച്ച ടീമുകളൊക്കെ ഉണ്ട് ഈ ഫുട്ബോൾ ലോകത്ത്. ഇല്ലെങ്കിൽ ഈ വനാശനം ഉണ്ടായിരുന്നെങ്കിൽ ഇതായിരിക്കില്ല കളി. ഇല്ലെങ്കിൽ ആ പ്ലെയർ മോശമായി കളിച്ചു, ഈ പ്ലെയർ നന്നായി കളിച്ചു, അതിനൊന്നും ഇവിടെ പ്രസക്തിയില്ല. കളിക്കാതായപ്പോൾ കളി തോറ്റു, ഇല്ലെങ്കിൽ മാനേജ്മെൻറ്റ് നല്ല നന്നാവത്തുകൊണ്ട് ഒരു ടീം സ്കോഡ് ഉണ്ടായിരുന്നില്ല. അങ്ങനെ പല റീസൺസ് ഉണ്ടായിരിക്കും. പക്ഷേ ഇവിടെ നമ്മൾ ചിന്തിക്കേണ്ടത് എല്ലാ വർഷത്തെ പോലെ, അല്ലെങ്കിൽ അതിനായിട്ട് ഏറെ ഒരുപാട് പ്രതീക്ഷ ഉണ്ടായ സീസണും ഒരുപാട് പ്രതീക്ഷ ഉണ്ടായ ടീമും വരുന്നത്. പക്ഷേ അതുപോലെ തന്നെ സെയിം സിറ്റുവേഷനിൽ ഈ ഒരു വർഷം അവസാനിക്കുകയാണ്. എല്ലാം തകർന്ന് ധരിപ്പണമെന്ന് നിൽക്കുകയാണ് ശരിക്കും പറഞ്ഞാൽ. അതുകൊണ്ട് തന്നെ കൂടുതലൊന്നും പറയാനോ എഴുതാനോ ഒന്നും ഉണ്ടായിരുന്നില്ല. സോ താങ്ക് യു ബ്ലാസ്റ്റേഴ്സ്, എല്ലാത്തിനും നന്ദി. പക്ഷെ ഒരു കാര്യം കൂടി പറഞ്ഞോട്ടെ, ഒരു നല്ലൊരു പോരാട്ടമെങ്കിലും കാഴ്ചവെച്ചിട്ട് നിങ്ങൾക്ക് അവസാനിപ്പിക്കാമായിരുന്നു. ഇല്ലെങ്കിൽ കുറച്ചേറെ നല്ല മുഹൂർത്തങ്ങൾ സമ്മാനിച്ചിട്ട് അവസാനിപ്പിക്കാമായിരുന്നു. അതുമാത്രമാണ് ആകെയുള്ളൊരു വിഷമം. എങ്കിലും വീണ്ടും പറയുന്നു, നന്ദി ബ്ലാസ്റ്റേഴ്സ്. സച്ചിനൊക്കെ വിളിച്ചിട്ടേ പശുവിനൊക്കെ ഇറക്കാൻ വിടാൻ വേറെ അവനൊക്കെ വേറെ എന്തിനാണ് വേറെ ഗോളിനെ കൊണ്ടുവന്നിട്ടുണ്ടെങ്കിൽ വെറും ചെറ്റോ. നമ്മള് ഭാര്യക്കുട്ടി കയറി കഷ്ടപ്പെട്ട് കളി കാണാൻ വന്നിട്ട് ഇപ്പൊ ഒരുമാതിരി ഇതൊരു 1030 മിനിറ്റ് കളിച്ച കളി, അതിന്റെ അപ്പുറത്തേക്ക് ഒരു തീരെ കളിയില്ല. പിന്നെ അവന്മാരുടെ കളി ഇത് എന്ത് മോശമാണ്.